നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ സുധാകരനെ രംഗത്തിറക്കിക്കൊണ്ട് തനിക്കും അസംബ്ലി സീറ്റ് ഒപ്പിച്ചെടുക്കാമെന്ന കെ സി വേണുഗോപാലിൻ്റെ വ്യാമോഹം പൊലിഞ്ഞു. കെ സി വേണുഗോപാലിൻ്റെ തന്ത്രം കെ സുധാകരനെ മത്സരിപ്പിക്കുക, അതുവഴി ആലപ്പുഴയിൽ നിന്നും തനിക്കും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാഹചര്യമൊരുക്കുക, അതുവഴി UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുക. ഇതായിരുന്നു കെ സി വേണുഗോപാൽ ആദ്യം മുതലേ ലക്ഷ്യം വച്ചത്. കെ സുധാകരനെ പീരികേറ്റി അവസാനം കളത്തിലിറക്കിയാൽ തനിക്കും നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന് ബുദ്ധിമാനായ കെ സി വേണുഗോപാൽ മനസ്സിലാക്കിയത്രേ. കെ സുധാകരനെ രംഗത്തിറക്കിയാൽ ഷാഫി പറമ്പിലും അടൂർ പ്രകാശും MK രാഘവനുമൊക്കെ രംഗത്തിറങ്ങും. അപ്പോൾ അവർക്കും സീറ്റ് കൊടുക്കേണ്ടി വരും. ഇത്രയും പേർക്ക് സീറ്റ് കൊടുക്കാമെങ്കിൽ പിന്നെ AICC ജനറൽ സെക്രട്ടറി ആയ തനിക്ക് എന്തുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിച്ചുകൂടാ? ഈ ചോദ്യം ന്യായമായും ഉയരും. അങ്ങനെ ഇവരെല്ലാം മത്സര രംഗത്തിറങ്ങുമ്പോൾ ഇവരെ മുൻനിർത്തിക്കൊണ്ട് തനിക്കും നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന കെ സി വേണുഗോപാലിൻ്റെ വ്യാമോഹം പൊലിഞ്ഞ് ഇല്ലാതായിരിക്കുകയാണ്. VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുത്ത അതിശക്തമായ ചില തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് MPമാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചതുമാണ് കെ സി വേണുഗോപാലിൻ്റെ വ്യാമോഹം പൊലിയാൻ കാരണം. കെ സുധാകരന് ആദ്യം കണ്ണൂരിൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സുധാകരൻ മത്സരിച്ചാൽ ജയിക്കുമെന്നും UDF മന്ത്രിസഭയിൽ നല്ലൊരു പദവി അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുമുള്ള സൂചനകൾ ആദ്യം കെ സി വേണുഗോപാൽ പുറത്തുവിട്ടത്രേ. അങ്ങനെ കെ സി വേണുഗോപാലിൻ്റെ തന്ത്രപരമായ നീക്കത്തിൽ കുടുങ്ങിയാണത്രേ കെ സുധാകരൻ തനിക്ക് നിയമസഭാ സീറ്റ് വേണമെന്നും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും താൻ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചത്. എന്നാൽ കെ സി വേണുഗോപാൽ ഉദ്ദേശിച്ചതുപോലെ ആ വണ്ടി ഓടിയില്ല. കെ സുധാകരൻ ഒരു കാരണവശാലും മത്സരിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം VD സതീശനും രമേശ് ചെന്നിത്തലയും എടുത്തു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ VD സതീശൻ ആഞ്ഞൊരു ഭീഷണി മുഴക്കിയത്രേ, ഞാൻ പറവൂരിൽ മത്സരിക്കുന്നില്ല. കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ പറവൂർ സീറ്റ് ഒഴിയുകയാണ്. ഈ പ്രഖ്യാപനം VD സതീശൻ നടത്തിയപ്പോൾ കെ സിക്കൊന്ന് പിന്നോക്കം പോകേണ്ടി വന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് പല MPമാരും കെ സി വേണുഗോപാലിന് മത്സരിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മത്സരിച്ചാൽ എന്താ എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ വരുമ്പോൾ സാക്ഷാൽ ശശി തരൂരിന് വരെ സീറ്റ് കൊടുക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് പതിയെ കെ സുധാകരനെ പിന്നോട്ട് വലിച്ചു. കെ സുധാകരന് ചില കർശന നിർദ്ദേശങ്ങൾ നൽകി. ഇനി താൻ സീറ്റ് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ്സിന് പുറത്തേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ നിന്നാൽ MP ആയിട്ടെങ്കിലും പാർട്ടിയിൽ തുടരാം. കെ സി വേണുഗോപാൽ പറയുന്നത് കേട്ട് ചാടിയിറങ്ങിയാൽ കെ സി സുരക്ഷിതനായി അവിടെ ഇരിക്കുകയും കെ സുധാകരൻ്റെ പരിപാടി ഈ പാർട്ടിയിൽ അവസാനിക്കുകയും ചെയ്യും. ഈ ഒരു നിർദ്ദേശം, കർശന നിർദ്ദേശം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് നൽകി. ഇതോടുകൂടിയാണ് കെ സുധാകരൻ പിൻവലിഞ്ഞത്. കെ സുധാകരൻ പിൻവലിച്ചതോടെ കെ സി വേണുഗോപാലിൻ്റെ നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന മോഹവും പൊലിഞ്ഞു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും ഇപ്പോൾ തുറന്നു പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, MPമാരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന് മത്സരിക്കാൻ ചാൻസ് ഇല്ല. തനിക്ക് മത്സരിച്ച് രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ അടിമുക്കുകയാണെങ്കിൽ തനിക്ക് മത്സരിച്ച് മുഖ്യമന്ത്രിയാകാം, അതിനിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാമെന്നുള്ള കെ സി വേണുഗോപാലിൻ്റെ സ്വപ്നം ഇതോടുകൂടി പൊലിയുകയാണ്. അങ്ങനെ കെ സുധാകരനെ മുന്നിൽ നിർത്തി കെ സി വേണുഗോപാൽ കളിച്ച കളി അവസാനം ഒന്നുമല്ലാതായി തീർന്നു.